കഥേമാമികയുടെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. ശ്രീകൃഷ്ണ ജയന്തിയൊക്കെ കഴിഞ്ഞു. രക്ഷാബന്ധനം ഒരു വലിയ മഹോത്സവമായി രാജ്യം കൊണ്ടാടി. പ്രധാനമന്ത്രി മുതൽ നമ്മുടെ നാട്ടിലെ അബാലവൃദ്ധം ജനങ്ങളും കയ്യിലൊരു രക്ഷാബന്ധനമൊക്കെ കെട്ടി നടക്കുന്ന സമയമാണ്. സത്യത്തിൽ ഈ രക്ഷാബന്ധൻ എന്ന് പറയുന്നത് ഒരാചാരവും വിശ്വാസവും ആഘോഷവും ഒക്കെ ആയിട്ട് എങ്ങനെയാണ് ഉണ്ടായത്? അതിൻ്റെ ചില അറിയപ്പെടാത്ത ഏടുകളിലേക്കാണ് നമ്മളിന്ന് കിടക്കുന്നത്. ഇൻഫോസിസിൻ്റെ ഫൗണ്ടേഷൻ്റെ അധ്യക്ഷയായിട്ടുള്ള സുധാമൂർത്തി ഈ രക്ഷാബന്ധനം ഉണ്ടായത് എങ്ങനെയെന്ന് ഒരു കഥ പറഞ്ഞത് ഇപ്പോൾ അത്യാവശ്യം ശ്രദ്ധിക്കപ്പെട്ടിട്ടുണ്ട്. പക്ഷേ അതല്ല യഥാർത്ഥ കഥ. സുധാമൂർത്തിക്ക് തെറ്റു പറ്റിയതാണെന്ന് രാമേന്ദ്ര സാർ പറയുന്നു. നമുക്ക് രാമേന്ദ്ര സാറിൻ്റെ കൂടെ ഒന്ന് സഞ്ചരിച്ചിട്ട് തിരിച്ചു വരാം. ഈ സുധാമൂർത്തി രക്ഷാബന്ധന എല്ലാവർക്കും ആശംസകൾ നേർന്നുകൊണ്ട് എക്സിൽ കുറിച്ചതാണ്. 16-ാം നൂറ്റാണ്ടിലൊരു കഥ. അങ്ങനെയാണ് രക്ഷാബന്ധൻ ഉണ്ടായത്, രാഖിയൊക്കെ ഉണ്ടായത് എന്ന് പറഞ്ഞിട്ടാണ്. അത് ചിത്തോർഗഡ് എന്നൊക്കെ പറഞ്ഞാൽ ഈ മുഗൾ രാജാക്കന്മാരുടെ കാലത്തൊക്കെ ഈ ഭർത്താക്കന്മാരൊക്കെ മരിച്ചു പോകുമ്പോൾ രജപുത്ര വനിതകൾ വലിയ തോതിൽ സദ്യനുഷ്ഠിച്ച സ്ഥലമാണ് ഈ ചിത്തോർഗഡ് കോട്ടയൊക്കെ. അത് നിറഞ്ഞു നിൽക്കുന്ന ഒരു സ്ഥലമാണ് ഈ ചിത്തോർഗഡ് എന്ന് പറയുന്നത്. ചരിത്രത്തിൽ അവർ പറയുന്നത് ചിത്തോർഗഡിൽ മരിച്ചുപോയ രാജാവ് റാണാസംഘം മരിച്ചുപോയിട്ട് റീജൻ്റായിട്ട് വിധവ റാണി കർണാവതി ഭരിക്കുന്നുണ്ടായിരുന്നു, റീജൻ്റ് റാണി. ആ സമയത്ത് റാണി കർണാവതിയെ ഗുജറാത്ത് രാജാവ് കുത്തബുദ്ദീൻ ബഹദൂർ ഷാ ആക്രമിക്കും എന്നുള്ള നില വന്നു. ആ സമയത്ത് റാണി കർണാവതി ഹുമയൂണിന്, മുഗൾ ചക്രവർത്തി ഹുമയൂണിന് ഒരു രാഖി അയച്ചു കൊടുത്തിട്ട് ഞങ്ങളെ രക്ഷിക്കണം, സഹോദരൻ എന്നുള്ള നിലയ്ക്ക് രക്ഷിക്കണം എന്ന് ആവശ്യപ്പെട്ടു. ഇങ്ങനെയാണ് രക്ഷാബന്ധൻ, രാഖി ഒക്കെ തുടങ്ങിയത് എന്നാണ് സുധാമൂർത്തി എഴുതിയത്. അസംബന്ധമാണത്. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ സ്കന്ദപുരാണം അല്ല, അസംബന്ധമാണെന്ന് അതിൻ്റെ പ്രഥമ ദൃഷ്ടി തന്നെ ബോധ്യമാണ്. രാഖി എന്നുള്ള സാധനം ഉള്ളത് കൊണ്ടല്ലേ അയക്കാൻ പറ്റിയത്. അതൊക്കെ മാത്രമല്ല ഇത് എത്ര കാലം മുമ്പാണ് ഉള്ളത് കൊണ്ടാണ് അയക്കാൻ പറ്റിയത്. അല്ല പിന്നെ ഇത് എന്ത് പണ്ടാരാണെന്ന് ഉമയോണ്ടറിയാവോ? ആദ്യമായിട്ട് കിട്ടുകയാണ്. അപ്പോൾ ഇറ്റ് മീൻസ് അവിടെ ഇങ്ങനെ ഒരു ആചാരം ഉണ്ടായിരുന്നു, അത് ഇവർ ചെയ്തു. പക്ഷെ നമ്മളിത് ഞാൻ ചർച്ച ചെയ്യണമെന്ന് വിചാരിച്ചത് എന്താണെന്ന് വെച്ചാൽ സുധാമൂർത്തിയെ പറ്റി നമ്മൾ നേരത്തെ ആദരവോടുകൂടി അവര് എത്ര കൊല്ലം ആദരവനൊന്നും കുറവില്ല. അതെ, സാരി അധികം വാങ്ങാറില്ല എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ചർച്ച ചെയ്തതാണ്. അത് അങ്ങനെ ഇരിക്കുമ്പോൾ അങ്ങനെ ഒരാളോട് ഒരുപാട് പേർക്ക് ആദരവുണ്ട്. ചെറിയ ജീവിതം, ലളിത ജീവിതം, അവര് പറയുന്നത് വാസ്തവമാണെന്ന് ധരിക്കുന്ന കുറെ ആളുകളുണ്ടാവും. അല്ല, സുധാമൂർത്തിക്കും ഈ പറഞ്ഞതുപോലെ ഒരു കഥ കേട്ടു, അതിൻ്റെ ആവേശം അങ്ങനെയാണ് തുടങ്ങിയത്. ആരോ എഴുതി വെച്ചിരിക്കുന്നത്. അവർ ഏറ്റവും കൂടുതൽ ഇന്ത്യയിൽ വെക്കുന്ന ഈ കുട്ടികളുടെ കഥാകാരിയാണ് അവര്. കുട്ടികൾക്കുണ്ട് ഇംഗ്ലീഷിലെ നമ്മളെ പെൻഗ്വിൻ്റെ തെറ്റായ ഇൻഫർമേഷൻ എവിടെ നിന്നും കിട്ടി, അത് ക്രോസ് ചെക്ക് ചെയ്യാതെ ആലോചനയില്ലാതെ പറഞ്ഞതിൻ്റെ ഒരു കുഴപ്പമായിരിക്കും. അപ്പോൾ ശരിക്കും ഈ രാഖി എങ്ങനെയാണ് ഉണ്ടായത്? അത് സ്കന്ദപുരാണത്തിലെ ശ്രാവണ മഹാത്മ്യം 21-ാമത്തെ അധ്യായം, നാരദപുരാണം, ഭവിഷ്യപുരാണത്തിൻ്റെ ഉത്തരപർവം അധ്യായം 137, ഇങ്ങനെ ഒരുപാട് സ്ഥലങ്ങളിൽ ഈ രാഖിയുടെയും രക്ഷാബന്ധൻ്റെയും അത് സഹോദര ബന്ധമല്ലാതെ ഭർത്താവിന് കെട്ടുന്നതൊക്കെ ഉണ്ട് കേട്ടോ നമ്മുടെ പുരാണങ്ങളിൽ. ഇപ്പോൾ ഭവിഷ്യപുരാണത്തിൽ ഇന്ദ്രൻ്റെ ഭാര്യ ശചി, ഇന്ദ്രാണി എന്ന് നമ്മൾ സാധാരണ ഇവിടെ പറയുന്നത്. ശചി ഈ ബാലിക്കെതിരെ ഇന്ദ്രൻ പോരിന് പോകുന്നതിന് തൊട്ട് മുമ്പ് കൈത്തണ്ടയിൽ രാഖി കെട്ടുന്നുണ്ട്. അദ്ദേഹം ആ യുദ്ധത്തിൽ പോരിൽ വിജയിക്കാൻ വേണ്ടിയിട്ടാണത്. അതാണ് ഞാൻ പറഞ്ഞ സഹോദരി മാത്രമല്ല. അപ്പോൾ ഈ ദേവാസുര യുദ്ധത്തിന് ശേഷം തോറ്റുകഴിഞ്ഞ രാക്ഷസന്മാർ ശുക്രാചാര്യരെ കണ്ടു. ഞങ്ങളെന്താ തോറ്റുപോയെ, നിങ്ങളാണല്ലോ ഞങ്ങളുടെ ഗുരു, രാക്ഷസന്മാർ ശുക്രാചാര്യർ. അപ്പോൾ അങ്ങേരും പറയാണ് ശുക്രാചാര്യർ, അത് ഇന്ദ്രാണി ഒരു രാഖി കെട്ടിക്കൊടുത്തത് കൊണ്ടാണ്. കാരണം അത് രക്ഷാസൂത്രമാണ്. അപ്പോൾ ഈ കഥ, ഇന്ദ്രാണി ഇങ്ങനെ രാഖി കെട്ടിയ കഥ ശ്രീകൃഷ്ണൻ
മറ്റേ മഹാഭാരതത്തിൽ യുധിഷ്ഠിരനോട് പറയുന്നുണ്ട്, ഇങ്ങനെ പോരിന് പോകുമ്പോൾ കിട്ടുന്നത് രക്ഷാബന്ധൻ എന്നാണല്ലോ പറയുന്നതും രക്ഷാസൂത്രമാണത് ശരിക്കും. ഈ ശ്രീകൃഷ്ണൻ യുധിഷ്ഠിരനെ ഓർമ്മിപ്പിക്കുന്നുമുണ്ട് ഇങ്ങനെ സംഭവിച്ചതായിട്ട് ഇന്ദ്രൻ്റെയും ജീവിതത്തിൽ. ഇനി ഭാഗവതത്തിൽ പിന്നെ വിഷ്ണു പുരാണത്തിലുള്ള കഥ, ബാലിയിൽ നിന്ന് വിഷ്ണു 3 ലോകങ്ങളും കീഴടക്കി കഴിഞ്ഞപ്പോൾ ബാലി ഒരു അഭ്യർത്ഥന വെച്ചു, ഇങ്ങനെയൊക്കെ ചെയ്തല്ലോ, ഇനി എൻ്റെ രാജധാനിയിൽ രാജാവായിട്ട് അങ്ങ് ഭരിച്ചാലും എന്ന് അപേക്ഷിച്ചു ബാലി. അപ്പോൾ മറ്റേ വിഷ്ണുവിൻ്റെ ഭാര്യ ലക്ഷ്മിക്ക് അങ്ങനെ അവിടെ പോയി താമസിക്കുന്നതിൽ താല്പര്യം ഉണ്ടായില്ല. വിഷ്ണു എൻ്റെ സവിധത്തിൽ തന്നെ വേണമെന്നാണല്ലോ ലക്ഷ്മി ആഗ്രഹിക്കുക. അപ്പോൾ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ ലക്ഷ്മി ബാലിക്ക് കൊണ്ടുപോയി രാഖി കെട്ടി. സഹോദരനായല്ലോ, ഇനി എൻ്റെ കാര്യങ്ങളൊക്കെ ചേട്ടനാണ് നോക്കേണ്ടത്, സഹോദരനായി. അപ്പോൾ എൻ്റെ ഭർത്താവിനെ ഇങ്ങ് തിരിച്ചു തന്നേക്ക് എന്ന് പറഞ്ഞിട്ട് വിഷ്ണു തിരിച്ചു പോയി എന്ന് പറഞ്ഞ്. ഈ ബാലിയുടെയും സുഗ്രീവൻ്റെയും സ്ഥലമായിരുന്നു കിഷ്കിന്ധ എന്ന് പറയുന്നതാണ് ഇപ്പോഴത്തെ കർണാടകയിലെ ഹംപി എന്ന് പറയുന്നത്. ഹംപിയിലാണ് കിഷ്കിന്ധ. ഗണപതിയെ കാണാനായിട്ട് സഹോദരി കുട്ടികളൊക്കെ പല കഥകളിൽ ഗണപതിക്ക് ഈ കുട്ടികളില്ലാത്ത കഥകൾ വേറെയുണ്ട്. സഹോദരി മാനസ സന്ദർശനത്തിനെത്തി സഹോദരനായ ഗണപതിയെ കാണാൻ. അപ്പോൾ ഗണപതിയുടെ കൈത്തണ്ടയിൽ മാനസ രാഖി കെട്ടി, സഹോദരൻ രക്ഷാകർത്താവ് എന്നുള്ളക്ക്. ഇത് കണ്ടപ്പോൾ ഗണപതിക്ക് 2 ആൺകുട്ടികളാണ്, സഹോദരിമാരില്ല, ശുഭനും ലാഭനും. അപ്പോൾ ഈ ശുഭനും ലാഭനും സഹോദരി ഇല്ലാത്ത ദുഃഖമുണ്ടായി. ഇങ്ങനെ രാഖി കെട്ടാനും ഒക്കെ ഒരു സഹോദരി നമ്മളോട് സാഹോദര്യം സുരക്ഷയൊക്കെ ചോദിക്കുന്നത്, അപ്പം ഞങ്ങൾക്കൊരു സഹോദരിയും കൂടി വേണം എന്ന് ശുഭനും ലാഭനും ഗണപതിയോട് അപേക്ഷിച്ചിട്ട് ഉണ്ടായ സഹോദരിയാണ് സന്തോഷിമ. സന്തോഷിമ ക്ഷേത്രത്തിൽ ഞാൻ പോയിട്ടുണ്ട്. രാജസ്ഥാനിൽ ജോധ്പൂരിൽ നിന്നൊരു 10-30 കിലോമീറ്റർ കുറേ വർഷങ്ങൾക്ക് മുമ്പാണ്. ഒരു തടാകമൊക്കെ ഉണ്ട്. തടാകത്തിൻ്റെ കരയിലാണ് സന്തോഷിമ ക്ഷേത്രം. രാജസ്ഥാനിൽ വളരെ പോപ്പുലർ ആയിട്ടുള്ള ക്ഷേത്രമാണ് ജയ് സന്തോഷിമ. ജോധ്പൂർ ഒരു എയർഫോഴ്സ് വലിയ സ്റ്റേഷനുള്ള സ്ഥലമാണ്. അവിടെ ഞാൻ കുറച്ചു കാലം താമസിച്ചിട്ടുണ്ട്. എന്നിട്ട് അവിടുന്ന് പുഷ്കറിലേക്കോ മറ്റുമൊക്കെ പോയിട്ടുണ്ട്. ഈ ജയ് സന്തോഷിമ എന്ന് പറഞ്ഞിട്ടൊരു സിനിമയുണ്ട്. സന്തോഷിമ വളരെ രാജസ്ഥാനിലുള്ള ആളുകൾക്ക് വളരെ പ്രിയപ്പെട്ട, പ്രത്യേകിച്ച് ജോധ്പൂർ മേഖലയിൽ വളരെ പോപ്പുലർ ആയിട്ടുള്ള ഒരു ഗോഡസാണ്, ദേവതയാണ്. ഗണപതിയുടെ മകളാണ് അത് സന്തോഷിമ. അപ്പോൾ പിന്നെ കൃഷ്ണന് ഈ പോരിൻ്റെ ഇടയ്ക്ക് വിരലിന് പരിക്ക് പറ്റി. ഇത് കണ്ടിട്ട് ദ്രൗപദി അവരുടെ സാരി മുറിച്ചിട്ട് കെട്ടി. ഈ മുറിവുപറ്റിയ ഭാഗം കൃഷ്ണൻ്റെ സഹോദരൻ എന്നുള്ള നിലയ്ക്ക് ആ ഓർമ്മ വെച്ചിട്ടാണ് ദ്രൗപദിയെ അവരുടെ ഏറ്റവും വലിയ ആപത്തില്ലേ ആ വസ്ത്രാക്ഷേപ സമയത്തുമൊക്കെ കൃഷ്ണൻ ഇങ്ങനെ സഹായിക്കുന്നത്. മഹാഭാഗവതത്തിൽ പറയുന്നുണ്ട്, ദ്രൗപദി കൃഷ്ണൻ്റെ കയ്യിൽ രാഖി കെട്ടി. ഈ ഓർമ്മയിൽ പോരിന് മുമ്പ് രാഖി കെട്ടി. കുന്തി കൊച്ചുമകൻ അഭിമന്യുവിന് രാഖി കെട്ടിയതായിട്ടും പറയുന്നുണ്ട് അതിലൊക്കെ. ഇനി സുധാമൂർത്തിയുടെ കഥ എവിടുന്ന് വന്നതായിരിക്കും ഈ വ്യാജകഥ എന്നുള്ളതാണ്. മാധ്യമം ദിനപത്രത്തിൽ വന്നതായിരിക്കും. കേണൽ ജെയിംസ് ടോഡ്, നമ്മൾ നേരത്തെ പറയാറുണ്ടല്ലോ ഹാൽ ഹെഡ് എന്ന് പറഞ്ഞൊരുത്തനാണ്, ബ്രിട്ടീഷുകാരനാണ് ഈ മറ്റേ മനുസ്മൃതി ഉണ്ടാക്കിയത്. അങ്ങനെ പല വ്യാജ പരിപാടികളും അവർ നമ്മളെ തെറ്റിക്കാൻ വേണ്ടി ചെയ്തിട്ടുണ്ട്. കേണൽ ജെയിംസ് ടോഡ് ഈ മേവാർ ഈ ഭാഗത്തെ രാജസദസ്സിലുണ്ടായിരുന്നു, ആ ബ്രിട്ടീഷ് പ്രതിനിധിയായിട്ട്. അയാൾ അന്നൽസ് ആൻഡ് ആൻറ്റിക്വിറ്റീസ് ഓഫ് രാജസ്ഥാൻ എന്ന് പറഞ്ഞൊരു പുസ്തകം എഴുതിയിട്ടുണ്ട്. അതിലാണ് ഈ റാണി കർണാവതി, രാഖി എന്ന് പറഞ്ഞിട്ടില്ല അയാൾ, ബ്രേസ്ലെറ്റ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്, മറ്റേ ഈ ഹുമയൂണിന് അയച്ചു കൊടുത്തു ഇന്ന് ഇയാളാണ് എഴുതിയിരിക്കുന്നത്. ഇയാൾ തന്നെയാണ് ഈ ജോധ അക്ബർ എന്ന് പറഞ്ഞ കഥ എഴുതിയത്. അക്ബറിന് ഒരു രജപുത്ര കാമുകി ജോധ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞ വ്യാജകഥ. ഇതൊന്നും ചരിത്രത്തിലുള്ളതല്ല. ഹിസ്റ്ററി ഓഫ് മെഡീവൽ ഇന്ത്യ എന്ന് പറഞ്ഞ് ഇപ്പോൾ ചരിത്രമൊക്കെ പഠിക്കുന്നവർ സതീഷ് ചന്ദ്രയുടെ പ്രധാനപ്പെട്ട ഹിസ്റ്റോറിയനാണല്ലോ.
സതീഷ് ചന്ദ്രയുടെ ഹിസ്റ്ററി ഓഫ് മെഡീവൽ ഇന്ത്യ പഠിക്കുന്നുണ്ട്. SK ബാനർജിയുടെ ഹുമയൂൺ ബാദ്ഷാ എന്ന് പറഞ്ഞ പുസ്തകമുണ്ട്. സതീഷ് ചന്ദ്ര ഇങ്ങനൊരു ചരിത്രം വ്യാജമാണ് എന്ന് ഹിസ്റ്ററി ഓഫ് മെഡീവൽ ഇന്ത്യയിൽ പറഞ്ഞിട്ടുണ്ട്. ഹുമയൂൺ ഈ ബഹദൂർ ഷായിൽ നിന്ന് രക്ഷിക്കണം എന്ന് പറഞ്ഞ് കർണാവതി രാഗി അയച്ചു എന്നാണല്ലോ വ്യാജകഥ. ഹുമയൂൺ പക്ഷെ ബഹദൂർ ഷായ്ക്ക് ഒപ്പമാണെന്നാണ് SK ബാനർജിയുടെ ചരിത്രത്തിൽ പറയുന്നത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബഹദൂർ ഷാ ഹുമയൂണിനൊരു കത്ത് എഴുതിയത് ചരിത്രത്തിലുണ്ട്. ആ കത്തിൽ നമ്മൾ കാഫിറുകൾക്കെതിരെ ജിഹാദ് നടത്തണം എന്ന് ആ കത്തിൽ പറഞ്ഞിട്ടുണ്ട്. ആ കത്ത് ഞാൻ കഴിഞ്ഞ ദിവസം കാണുകയും ചെയ്തു. പക്ഷേ ഹുമയൂൺ 1535 ബഹദൂർ ഷായെ ആക്രമിച്ച് കീഴടക്കി. അതങ്ങേരുടെ എക്സ്പാൻഷൻ ഉണ്ടല്ലോ, രാജ്യം വികസിപ്പിക്കണം എന്നുള്ളതുകൊണ്ട് ചെയ്യുന്നതാണ്. അപ്പോൾ ഇതാണ് രാഖിയുടെ യഥാർത്ഥ രക്ഷാബന്ധൻ. അപ്പോൾ ഈ സ്കന്ദപുരാണം മുതൽ നീണ്ടു കിടക്കുന്ന ആദ്യമായിട്ട് എങ്ങനെ രാഖി ഉണ്ടായിന്ന് നമുക്കറിയില്ല. പക്ഷെ പുരാണങ്ങളിൽ അത് സാഹോദര്യത്തിൻ്റെയും സുരക്ഷയുടെയും ഒരു ചിഹ്നമായിട്ട് പണ്ടേ ഉണ്ട്. യേശുവിനൊക്കെ മുമ്പ്, ബ്രിട്ടീഷുകാരൊക്കെ ഉണ്ടാകുന്നതിനൊക്കെ മുമ്പേ. ഏതായാലും സുധാമൂർത്തി ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യുന്ന ആളാണ്. പക്ഷേ അവർക്ക് പറ്റിയ ഒരു തെറ്റ് നമ്മളിവിടെ തിരുത്തുന്നു അല്ലേ? അതെ, അവർക്കും തിരുത്താമല്ലോ. എനിക്കിങ്ങനെ പറ്റിപ്പോയി, ഇതല്ല കഥ എന്ന് പറഞ്ഞിട്ട് അവർക്ക് യഥാർത്ഥ കഥ എഴുതാമല്ലോ ഒരു അവസരം കൂടിയാണ്. അതെ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.